ഏത്തപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്കൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 2 മുട്ട കൂടെ ചേർക്കാം. മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 4 സ്പൂൺ ഗോതമ്പ് പൊടിയും കുറച്ച് നട്ട്സ് ഇഷ്ടമുള്ളത് എടുത്തോളൂ കേട്ടോ. നുറുക്കിയിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ്സിൽ കുറച്ചുകൂടെ കൂടുതൽ പാലുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. അതുപോലെ ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അതല്ല വാനില എസൻസ് വേണ്ടവർക്ക് അതും ചേർക്കാം. രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു പാനിൽ ഒഴിച്ചു കൊടുത്താണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. നമുക്ക് നല്ല കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും. സാധാ പാനിൽ ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുത്താൽ മതി. ഇതില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ.